നമ്മുടെ കേരളം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നല്ലേ. വയനാട്ടിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് നമുക്കൊരു പക്ഷേ വാക്കുകളാൽ നമുക്ക് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം ആഴത്തിലാണ് അവിടെ ഉള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫ്രണ്ട്സൊക്കെ വയനാട്ടിലുണ്ട്. അപ്പം അവർ ഓരോരുത്തരും സധൈര്യം ഇത് എന്താ പറയുക, മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അതിനാവശ്യമായിട്ടുള്ള എല്ലാ ധൈര്യവും ദൈവം തമ്പുരാൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ ഒത്തിരിയും പേര്, നമ്മുടെ ചുറ്റുള്ള ഒത്തിരിയും പേര് അവരെ സഹായിക്കുന്നുണ്ട് അല്ലെ, പല വിധത്തിൽ സഹായിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് ആവുന്നത് പോലെ, നമുക്ക് ചിലപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നമുക്ക് എന്ത് നമ്മളാൽ കഴിയുമോ അത് കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമുക്ക് അവരെ സഹായിക്കാനുള്ള, നമുക്ക് ആവശ്യമായിട്ടുള്ള നന്മ ദൈവം തരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പം വൺസ് അഗെയിൻ ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ചപ്പാത്തിക്കാളും എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഗോതമ്പ് ദോശയാണ്. അതിന് നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കില്ലേ. എന്നാൽ ഞാൻ ഇന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ്, ഒരു മുളക് ചമ്മന്തി. അതിന് ഞാൻ നമുക്ക് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കും. അതിന് ചുവന്നുള്ളിയില്ലേ, ചെറിയ ഉള്ളി, അത് ഞാൻ ഒരു 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് എൻ്റെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരു എന്താ പറയുക ഗുണ്ടുമുളക് അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കടുക്, എണ്ണ, ഇത്രയും മതി നമ്മൾക്ക്. പിന്നെ നമുക്ക് ഇത് വേണം, ചുവന്ന മുളക് പൊടി വേണം. അതിൽ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അത് വേണം, എണ്ണ വേണം, കടുക് വേണം, ഇത്ര മതി. പിന്നെ പുളി വേണം. അതിന് ഞാൻ നമ്മുടെ പിഴുപുളി ഇല്ലേ, അത് ഞാൻ എടുക്കാറില്ല, ഞാൻ ഉപയോഗിക്കാറേ പിഴുപുളി. അപ്പം ഞാനൊരു കുടംപുളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ അല്ലി. പിന്നെ ഗോതമ്പ് ദോശയ്ക്കാണെങ്കിൽ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉപ്പ്, അത്രയും മതി. ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഇപ്പം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് ദോശ ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. 1 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 കപ്പ് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഞാനാണ് വിസ്ക് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ചു. ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് അധികം അങ്ങ് വെള്ളം ഇല്ലാണ്ട് ഇരിക്കരുത്, അങ്ങ് ലൂസായി പോവുകയും ചെയ്തു. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണ് കുഴക്കുന്നതിന് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിങ്ങനെ വിസ്ക് വെച്ച് കഴിയുമ്പോഴത്തേനും കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടും. അപ്പം അതുകൊണ്ടാണ്. പിന്നെ അതുമല്ല, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഒരു കപ്പ് മാവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ വിസ്ക് വെച്ച് എടുക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒത്തിരി വലിയ എമൗണ്ട് മാവൊക്കെ ഉണ്ടെങ്കിൽ കൈ വെച്ചോ അല്ലെങ്കിൽ വലിയ ഇത് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒക്കെ കഴിക്കും. ഇത് 1.25 കപ്പ് വെള്ളം മതി കേട്ടോ. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. ഞാനൊരു കുറച്ച് അല്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എണ്ണ ആയാലും ദോശ നമുക്ക് പരത്താൻ പാടാണ്. ഒറ്റ തവി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ചിലപ്പോൾ അമ്മമാർക്ക് ചിരി വരുന്നുണ്ടാവും. ദോശയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമല്ലോ. പക്ഷെ ഇത് കുഞ്ഞു പിള്ളേർക്കൊക്കെ അറിയാത്തവരുണ്ട് ഇപ്പം ചെയ്യുന്നത്. പക്ഷെ എളുപ്പമാണ് നമുക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ. ജോലിക്ക് പോയി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ദോശ ഉണ്ടാക്കാനൊക്കെ എളുപ്പമല്ലേ. ഗോതമ്പ് ദോശയും എന്തെങ്കിലും ഒന്നും മതിയല്ലോ, മീൻകറിയോ. അപ്പോൾ നമുക്ക് ഒഴിച്ചിട്ട് ഇതകത്തുനിന്ന് ഇങ്ങനെ പരത്തി കൊടുക്കണേ. ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസാണ് എനിക്ക് എളുപ്പം. അകത്തുനിന്ന് മെല്ലെ വെളിയിലേക്ക് പരത്തി കൊടുക്കുക. മാവ് നമ്മുടെ ദോശക്കല്ലിൽ ഒഴിക്കുമ്പോഴത്തേന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒഴിക്കാം. പക്ഷെ ദോശ ഒഴിച്ച് കഴിഞ്ഞ് ചുട്ട് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് ചെയ്യാം. പൊള്ളി വരുന്നുണ്ട് ചപ്പാത്തി പോലെ. രണ്ടാമത്തെ ദോശയ്ക്ക് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ തടവിയിട്ടില്ല കേട്ടോ. എണ്ണ തടവാണ്ട് ഒരു തവി മാവ് എടുക്കുന്നുണ്ട്. അതൊന്ന് നടുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നടുക്കിലേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണേ. സൈഡിലേക്ക് നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഈ സൈഡിലൊക്കെ കളർ മാറി വരുന്ന സമയത്ത് നമുക്കൊന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് സൈഡിൽ
ആ മാവിൻ്റെ കളറൊക്കെ മാറി വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുവേ. കുറച്ച് എണ്ണ ഇതിലൊന്ന്, നമ്മൾ അടിയിൽ എണ്ണ തേച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ മേളിൽ എണ്ണ തടവി കൊടുക്കും. എന്നിട്ട് അതവിടെ തോരട്ടെ. എൻ്റെ ദോശക്കല്ല് തറ വീണിട്ടേ അതിൻ്റെ പിടി ഒടിഞ്ഞു പോയി. അതിൻ്റെ സൈഡിലുണ്ടോ. ഇനി അത് ഇനി നന്നാക്കാൻ കൊടുക്കണം. പക്ഷെ അത് പറ്റുമെന്ന് അറിയില്ല, കാരണം ആ ഒരു ഇതിലല്ല അത് ഇളകി വന്നേക്കണം. ഒന്ന് നന്നാക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കണം. അതായത് പുതിയത് വാങ്ങിക്കാതിരെ നടന്നിട്ടില്ല. അങ്ങനെ നന്നായിട്ട് ഇളകി വരുന്ന സമയത്ത് നമുക്കിത് മറിച്ചിടാം. മറിച്ചിട്ട് നല്ല കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒന്ന് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 2-3 പ്രാവശ്യം മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കണേ. ഇപ്പം ഇപ്പുറത്തെ ഭാഗം ഒന്ന് നമുക്ക് ചപ്പാത്തിക്കൊക്കെ വരുന്ന പോലെ വന്നിട്ടില്ലേ. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം മെല്ലെ ഇത് പൊങ്ങി വരും. ഇത് കണ്ടോ, പൊള്ളി വരുന്നുണ്ടോ. ഇതിൻ്റെ ഒരു 2 മിനിറ്റ് മതി എൻ്റെ ഫേവറേറ്റ് മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ മുരിഞ്ഞ ദോശ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. മുളക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് ഉപ്പ് കൂടി നിന്നാൽ കുഴപ്പമില്ല, പക്ഷെ 1/4 മതി. നമുക്ക് പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ട് ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം, അതൊന്ന് കലങ്ങി കിട്ടാനുള്ള വെള്ളം മതി. ഒന്ന് കലങ്ങിരി. അപ്പം ഞാനിവിടെ പുളിയൊന്ന് ഇതിടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് സോക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ ആ വെള്ളം തന്നെ എടുക്കുകയാണ്. ഒന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മതിയേ. വേണ്ടേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കലങ്ങിയാൽ മതി. പക്ഷെ കുറച്ച് വെള്ളം വേണം. ഇത് നല്ലപോലെ ഒന്ന് കട്ട കുത്താതെ ഒന്ന് കലങ്ങി കിട്ടണേ. ഇത് ഈ അളവിൽ കിട്ടണം. എനിക്കിതൊന്ന് കുറച്ചുകൂടെ വെള്ളം വേണം തോന്നുന്നു. നമ്മുടെ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ടേ. നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ചുവന്നുള്ളി, വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇത്ര ഇടുന്നുണ്ട്. എൻ്റെ മൂത്ത ബ്രദർ പണ്ടുണ്ടല്ലോ ഇതും മുളകും ഉണ്ടാക്കി തരുമായിരുന്നു. ചമ്മന്തി ഈ ദോശയും ഗോതമ്പ് ദോശയ്ക്ക് ഈ മുളക് കറി ഉണ്ടാക്കി തരുമായിരുന്നു. ഞാൻ കുഞ്ഞിലായിരുന്നപ്പോൾ 7ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു, 7ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഉണ്ടാക്കി തരുമായിരുന്നു മുളക് കറി. നല്ലായിരുന്നു അത് ടേസ്റ്റ്. അത്യാവശ്യം ഇത് മതി. അധികം അങ്ങ് കരിഞ്ഞു പോകണ്ട. ഇതാകുമ്പോഴത്തേനും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുളക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ തിളച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് വറ്റിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുവേ. അപ്പോൾ ഇത് കുറച്ചും തിളച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പുളിയില്ലേ, ആ പുളിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പിഴുപുളി വേണമെങ്കിൽ ഒരു ചെറിയ ഒരു എന്താ പറയുക, ചെറിയൊരു പൊട്ട് പിഴുപുളി ഇട്ട് കൊടുക്കാം, പിഴുപുളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ കേട്ടോ. ഞാൻ ഇതിൻ്റെ പുളിയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നല്ല വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഈ സമയത്ത് 1 ടീസ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് തോന്നിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുളക് ചട്നി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുളക് ചട്നിയും പിന്നെ ഗോതമ്പ് ദോശ, ചപ്പാത്തി പോലത്തെ ഗോതമ്പ് ദോശ, പിന്നെ ചെറിയ മധുരത്തിലൊരു കട്ടൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗോതമ്പ് ദോശയ്ക്ക് ആദ്യം 1 കപ്പ് മാവാണെങ്കിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് കലക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ചൊരു 1.25 കപ്പ് വരെ മതിയുണ്ടാവും, അതിൻ്റെ ഉള്ളിൽ അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. പിന്നെ മുളക് ചമ്മന്തിക്കാണെങ്കിലും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇതാണ് കാശ്മീരി മുളകാണ്, 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ട്
ഇതിൽ എടുക്കുമ്പോഴത്തേന് വെള്ളം കുറച്ച് ജാസ്തിയായിട്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഒഴിച്ച് കലക്കുമ്പോഴത്തേന് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 കപ്പോളം വെള്ളം എടുത്ത് നല്ലപോലെ കലക്കണം. കാരണം ആ മുളക് പൊടി ആ വെള്ളത്തിൽ കയറുന്ന അങ്ങനെ വെന്ത് വരണം കേട്ടോ. പിന്നെ എണ്ണ ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും പിന്നെ ഒരു ടീസ്പൂൺ എണ്ണ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അത് എണ്ണയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, അവസാനം ആ എണ്ണയൊന്നും ഇതുപോലെ ഒന്ന് വരണം. അപ്പോൾ ഇഷ്ടമുള്ള പോലെ ചേർക്കാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പൂ പോലത്തെ ഗോതമ്പ് ദോശ എങ്ങനെയുണ്ടെന്ന്. എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണ്. അതായത് 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടേക്കണം. ആദ്യം നമ്മളൊരു 1/4 ടീസ്പൂൺ ഇട്ടിരുന്നു, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇട്ടിരുന്നു. ഉപ്പൊക്കെ അത് മതിയാവും കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാം. ഉപ്പ് വേറെ ലെവൽ. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് നേരിൽ കാണാം. ബൈ.